വണ്ടി സ്വിഫ്റ്റ് ഡീസലാണ്. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ചാൽ ഓവർ ഹീറ്റായിട്ട് അവർ ഫുൾ പണി ചെയ്ത് ഹെഡും ടൈമിങ്ങും അതുപോലെ തന്നെ ഗ്യാസ്കറ്റും കാര്യങ്ങളെല്ലാം മാറി പണി ചെയ്ത വണ്ടിയാണ്. എന്നിട്ടും അവർക്ക് കംപ്ലൈൻറ്റ് മാറിയിട്ടില്ല. ഈ ഒരു ഓസ് ഊരിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ റിസർട്ട് ടാങ്കിൻ്റെ അടി പറഞ്ഞാൽ മെയിൻ ഓസ് ഊരിപ്പോകാറുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം വഴിയിൽ ഊരിപ്പോയിട്ടുണ്ട്. ഓസ് പൊട്ടി നിന്ന് നമ്മൾ പോയി നോക്കിയപ്പം ഓസ് ഊരിപ്പോയതാണ്. എന്നിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ വണ്ടി ഇത്രയും പണിയായിട്ടും പ്രഷർ കയറിയിട്ടാണ് ഊരിപ്പോണത്. അപ്പം അതിൻ്റെ കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ചാൽ അവർ ഇത്രയും രൂപയ്ക്ക് പണി ചെയ്തിട്ട് ഓയിലും വെള്ളം മിക്സ് ആയതാണല്ലോ, അങ്ങനെ അവർ ഇത്രയും രൂപയ്ക്ക് പണി ചെയ്തിട്ട് ഈ റേഡിയേറ്റർ തൊട്ടിട്ടില്ല. അതാണ് സംഭവം. അങ്ങനെ നമ്മൾ റേഡിയേറ്റർ അയച്ച് അതുപോലെ തന്നെ തെർമോസാറ്റ് സ്വിച്ചും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. വാട്ടർ പമ്പ് മാറിയിട്ടുണ്ട്. ടൈമിങ് ഫുൾ ഓവറോൾ ഒരു ഇഞ്ചിൻ പണി എങ്ങനെ ചെയ്യുമോ അതുപോലെ ഹെഡ് പണി ചെയ്ത് ഫുൾ അടിപൊളിയായിട്ട് പണി ചെയ്തിട്ടുണ്ട്. എന്നാൽ കസ്റ്റമറെ കംപ്ലൈൻറ്റ് മാറിയില്ല. അവർ ഇത്രയും രൂപ കൊടുത്ത് പൈസ കൊടുത്ത് പണി ചെയ്തിട്ടും അവരെ കംപ്ലൈൻറ്റ് മാറിയിട്ടില്ല. അപ്പം ഇത് 2 പ്രാവശ്യം പറ്റുകയാണെങ്കിൽ ഇപ്പം പണി ചെയ്ത ഫുൾ പണിയും പിന്നെയും ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ റേഡിയേറ്റർ അയച്ച് നോക്കിയപ്പോൾ റേഡിയേറ്ററിനകത്ത് ഫുള്ളും ഓയിൽ വെച്ചാൽ ഓയിലും വെള്ളവും മിക്സായി ഫ്ലഷ് ചെയ്യാതെ അവർ ഓവറോൾ വെറുതെ വാട്ടർ ഇട്ട് ഫ്ലഷ് ചെയ്ത് മാറ്റിക്കാണ്. എന്നാൽ റേഡിയേറ്ററിനകത്ത് ഫുള്ളും ഓയിലാണ്. അതിൻ്റെ സെല്ലും ബ്ലോക്കായി പ്രഷർ കയറിയിട്ടാണ് ഊരിപ്പോയത്. അങ്ങനെ നമ്മൾ റേഡിയേറ്റർ അയച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇതാണ് കൂളൻ്റ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇതിൽ നോക്കുമ്പം അതിൽ വലിയ അംശമൊന്നുമില്ല. എന്നാൽ നല്ലപോലെ പെട്രോൾ ഇട്ട് അല്ലാതെ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഓയിൽ കണ്ടൻറ്റ് കൊണ്ട് ബ്ലോക്കായി ഇരുന്നതാണ്. അതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്.